ശരിക്കും ആദ്യമൊക്കെ ഞങ്ങൾക്കിപ്പം അവിടുത്തെ അമ്മച്ചിമാരെന്ന് പറയുമ്പം മലവും മൂത്രവും എല്ലാം കൂടെ ഒരുമിച്ച് ആ ഒരു ബെഡിൽ ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പം എനിക്ക് ആദ്യം ചെയ്യുമ്പോഴൊക്കെ അറപ്പായിരുന്നു. പക്ഷേ ചെയ്ത് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സംതൃപ്തി, അപ്പോൾ അവരുടെ മുഖം, ചിരിച്ച മുഖം കാണുമ്പോൾ നമുക്കൊരു മനസ്സിലൊരു സന്തോഷമാണ്. അപ്പോൾ ആ ഒരു ഇത് അനുഭവിച്ച ഒരു സമയമായിരുന്നു ആ സമയത്ത്. അപ്പോൾ അമ്മച്ചിയും ചാച്ചനും ആണെങ്കിലും പറയും, നിങ്ങൾ അവിടെ ആയിരുന്ന സമയത്ത് നമ്മുടെ കുടുംബത്തിന് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ളതാണ്. ഈശോയ്ക്കു നൽകാൻ എൻ കയ്യിലിന്ന് മറ്റെന്ത് സമ്മാനമുണ്ട്. സിസ്റ്റർ ജിസ മരിയ. എൻ്റെ പേര് സിസ്റ്റർ ജീവ മരിയ. ഞങ്ങളുടെ വീട് ആലപ്പുഴയിലെ പൊങ്ങ എന്നൊരു ചെറിയ ഗ്രാമത്തിലാണ്. ഞങ്ങൾ 2 ഇരട്ടകളാണ്. കുഞ്ഞുനാൾ മുതലേ ഞങ്ങൾ ഒരുമിച്ചാണ് കളിച്ചതും ഉറങ്ങിയതും പഠിച്ചതും എല്ലാം. ഞാൻ കൊച്ചിലെ മുതലേ ആഗ്രഹം ഉണ്ടായിരുന്നു ദൈവവിളിയിൽ ഒരു സിസ്റ്റർ ആകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ ചാച്ചനും അമ്മയൊക്കെ അതിന് നല്ല പ്രോത്സാഹനമായിരുന്നു. അവരെന്നും ഞങ്ങളെ പള്ളിയിൽ വിടുകയും എല്ലാ ദിവസവും ഞങ്ങളുടെ കുർബാന സ്വീകരണം കഴിഞ്ഞ നാൾ മുതൽ ഈ നിമിഷം വരെ ഞങ്ങൾ ഒരിക്കലും കുർബാന മുടക്കിയിട്ടില്ല. എപ്പോഴും ഞങ്ങളെ ചാച്ചനും അമ്മച്ചിയെ പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചു. എന്നും കുർബാനയ്ക്ക് എല്ലാ ദിവസവും രാവിലെ കുർബാനയ്ക്ക് പോകണം. അത് ഞങ്ങൾ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ചാച്ചനും അമ്മച്ചി പള്ളിയിൽ എന്ത് കാര്യത്തിനാണ് എല്ലാ പ്രോഗ്രാമിനും ഞങ്ങളെ വിടുകയും അതുപോലെ തന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നത്. പിന്നെ ഞങ്ങളുടെ സ്കൂളിലെ ജീവിതത്തിലാണെങ്കിലും ഞങ്ങളുടെ സിസ്റ്റേഴ്സ് ഒത്തിരിയേറെ ഞങ്ങളെ സഹായിക്കുന്നത്, ഏറെ പ്രത്യേകം ഞങ്ങളെ പഠിപ്പിച്ച കുറേ സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. STയിലെ സിസ്റ്ററായ സിസ്റ്റർ സാരൂഫിയ, അതുപോലെ തന്നെ സിസ്റ്റർ ലിൻസ എന്ന അവരൊക്കെ അവരുടെ ജീവിതമൊക്കെ ഒത്തിരി ഞങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. സിസ്റ്ററിൻ്റെ ആ കുട്ടികളോടുള്ള ഇടപെടലും അതുപോലെ തന്നെ വളരെ വാത്സല്യം നിറഞ്ഞ ആ ഇടപെടലും ഒക്കെ ഞങ്ങളെ ഒത്തിരിയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ദൈവവിളിയിൽ ഒത്തിരിയേറെ അത് പിന്തുണ നൽകിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ചാച്ചനുണ്ട്, അമ്മയുണ്ട്, ഒരാങ്ങളയുണ്ട്. ചാച്ചൻ്റെ പേര് തങ്കച്ചൻ, അമ്മയുടെ പേര് കുഞ്ഞുമോൾ, ആങ്ങളയുടെ പേര് ടോംസൺ. ഞങ്ങളും അവനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുമ്പം ഞങ്ങൾ ഒരിക്കലും അവനെ കൂടെ ഒരു ജോലി ചെയ്യിപ്പിക്കില്ല. ഞങ്ങൾ പൊന്നുപോലെയൊക്കെ നടന്നുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾ പോയപ്പോൾ അവന് ഭയങ്കര സങ്കടമായി മടത്തി പോയപ്പോൾ. കാരണം ഞങ്ങളെപ്പോഴും അവന് സ്കൂളിലൊക്കെ പോവുകയാണെങ്കിലും ഞങ്ങൾ അവനെ കൊണ്ട് ബാഗ് ചുമപ്പിക്കുന്നില്ലായിരുന്നു. അവന് സങ്കടം വെച്ചൊന്നും ഒരു കാര്യവും ഞങ്ങൾ ചെയ്യിപ്പിക്കുന്നില്ല. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ. അവൻ ഞങ്ങൾ മഠത്തിലോട്ട് പോകുന്ന അന്ന് ദിവസം അത് ഞങ്ങളുടെ സിസ്റ്റേഴ്സ് ഞങ്ങളെ വീട്ടിൽ നിന്ന് വന്നപ്പം പള്ളിയിലൊക്കെ കയറി പ്രാർത്ഥിച്ചായിരുന്നു. അപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ഒരു പാട്ടാണ് മാരിപോൽ ചൊരിയണമേ എന്നൊരു പാട്ട് പാടിയത്. അവൻ ഞങ്ങളുടെ ചാച്ചനൊക്കെ പറഞ്ഞു, ഞങ്ങൾ വീട്ടിൽ അവധിക്ക് വന്നപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ ആങ്ങള അവിടുത്തെ കോൺവെൻറ്റിലൊരു പാർലറുണ്ട്. പാർലറിൽ പോയി ഭയങ്കര കരച്ചിലായിരുന്നു. എന്നിട്ട് ഞങ്ങൾ മടത്തി പോകുന്നതിൻ്റെ 2-3 ദിവസം ഞങ്ങളുടെ ആങ്ങളയ്ക്ക് പനിയായിരുന്നു. അപ്പോൾ അത്ര ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ കുടുംബമായിട്ട് ഞങ്ങൾക്ക്. പിന്നെ ഞങ്ങളുടെ ആ വീട്ടിൽ തിരിച്ച് അവധിക്ക് വരത്തില്ലേ, അവധിക്ക് വരുമ്പോൾ ഞങ്ങൾ വീട്ടിൽ വരുമ്പോൾ എപ്പോഴും അവൻ ഞങ്ങളെ കൊണ്ട് ആ പാട്ട് പഠിപ്പിക്കുമായിരുന്നു. ആ പാട്ടൊന്ന് പാടാം. അവന് ആ പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ആ പാട്ട് എപ്പോഴും ഞങ്ങളെ കൊണ്ട് പാടിപ്പിക്കുമായിരുന്നു. പിന്നെ അവൻ ആ പാട്ട് പഠിക്കുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ കുഞ്ഞിലെ നമ്മുടെ അൽഫോൻസാമ്മയുടെ ഒരു സീരിയലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷനായിരുന്നു. അവ കൊന്തയൊക്കെ ചൊല്ലുമ്പോൾ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ ഭയങ്കര സഹനത്തിലൂടെ ഞങ്ങൾ കഴിഞ്ഞു വരാനായിട്ട് അന്ന് കുഞ്ഞിലേ മുതൽ ഒരു അഭിനിവേശം ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ചാച്ചനും അമ്മയൊക്കെ TV കണ്ടോട്ടൊക്കെ ഇരിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെ ഒരു മുറിയിൽ കഥ കടച്ച് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഒരു തിരുസ്വരൂപമൊക്കെ ഉണ്ടാക്കി അവിടെയൊക്കെ തിരിയൊക്കെ കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുക. അതൊക്കെ ഭയങ്കര അനുഭവമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് മടത്തി പോകണമെന്ന് ആഗ്രഹം ഞങ്ങൾ വീട്ടിൽ പറഞ്ഞപ്പോൾ ചാച്ചനും അമ്മച്ചിയൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവർ പറഞ്ഞു പൊക്കോ. അവർ പ്രാർത്ഥന കൊണ്ടും അതല്ലാതെ എതിരഭിപ്രായം ഒന്നും പറഞ്ഞൊന്നുമില്ല, പൊക്കോളാൻ പറഞ്ഞ് ഞങ്ങൾ പോയി. പക്ഷെ ഞങ്ങൾക്ക് അപ്പം 10ാം ക്ലാസ്സിലെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് അവധി ഇരിക്കുന്ന സമയമായിരുന്നു. അപ്പം ഞങ്ങളുടെ ചാച്ചൻ്റെ പെങ്ങന്മാരും അതുപോലെ തന്നെ ആങ്ങളമാരും എല്ലാവരും പുറത്താണ്, ബാംഗ്ലൂരിൽ അവർ സെറ്റിലാണ്. അപ്പോൾ അവിടുത്തെ അപ്പാപ്പി ഞങ്ങൾ ആ ഒരു ഗ്രാമപ്രദേശമാണ് ഞങ്ങളുടെ സ്ഥലം. അപ്പം അപ്പാപ്പി വരെ നമുക്കെന്നാൽ കുറച്ച് നാളത്തേക്ക് ഒരു 10 ദിവസത്തേക്ക് ഞങ്ങളെ അപ്പാപ്പിയൊക്കെ ബാംഗ്ലൂർ കൊണ്ടുപോയി. അപ്പാപ്പി അവിടെയുള്ള കാണേണ്ട എല്ലാ സ്ഥലവും ഞങ്ങളെ കൊണ്ട് കാണിച്ച് നല്ല സ്ഥലം ഞങ്ങൾ ആദ്യമായിട്ട് ആ സ്ഥലമൊക്കെ കാണും. രണ്ട് പോകുന്ന ദിവസം തിരിച്ചിങ്ങോട്ട് നാട്ടിലോട്ട് വരുന്ന സമയപ്പം അപ്പാപ്പ ഞങ്ങളെ 3 പേരെന്ന് വെച്ചാൽ ഞങ്ങൾ 2 പേരും പിന്നെ ഞങ്ങളുടെ ചാച്ചൻ്റെ ചേട്ടൻ്റെ മോളും സിസ്റ്ററാൻ വേണ്ടി താല്പര്യം ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരോടാണ് മഠത്തിൽ ക്യാമ്പിലൊക്കെ പോയത്. അപ്പം ഞങ്ങളെ 3 പേരെയും വിളിച്ച് നിർത്തിയിട്ട് പറഞ്ഞു, മോനെ നിങ്ങൾ ഇത്രയും നാളും താമസിച്ചത് ഒരു ഗ്രാമപ്രദേശത്താണ്, നിങ്ങൾ ആ ഒരു ലോകമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇതിനപ്പുറം വേറൊരു ലോകമുണ്ട്, അതായത് അടിച്ചു പൊളിച്ച് ഇങ്ങനെയൊക്കെ ജീവിക്കുന്നൊരു ലോകമുണ്ട്, അതുകൂടെ അറിഞ്ഞിട്ട് വേണം നിങ്ങൾ മടത്തി പോകാൻ എന്ന് ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ അപ്പാപ്പ ഞങ്ങൾക്ക് ബ്ലെസ്സിങ് തന്നു. അപ്പാപ്പയുടെ ഒരു മാനേജർ ഉണ്ടായിരുന്നു. അപ്പാപ്പയുടെ മാനേജറിൻ്റെ മോൾ ഇതേ ആഗ്രഹത്തോടൊരു മടത്തി ചേരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കൊച്ചായിരുന്നു.
അപ്പോൾ അപ്പാപ്പി ഞങ്ങളെ അന്ന് രാത്രി ദിവസം രാത്രിയിലായിരുന്നു. അന്ന് ഞങ്ങളെ അവരുടെ മാനേജറിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കുട്ടിയായിട്ട് സംസാരിച്ച്, അതുപോലെ തന്നെ ആ മാനേജർ ഞങ്ങൾക്ക് കുറേ സ്പിരിച്വലായ കുറേ പുസ്തകങ്ങൾ വായിക്കാനൊക്കെ ആയിട്ട് തന്നു. അതൊക്കെ ഞങ്ങൾക്ക് നല്ല അനുഭവമായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പോരാതിൻ്റെ തലേ ദിവസം രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞപ്പോൾ അപ്പാപ്പി ഞങ്ങളെ സോഫയിൽ വിരിച്ച് വരുത്തിയിട്ട് അപ്പാപ്പി പറഞ്ഞ് ഞങ്ങളെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ട് കുറേ ബ്ലെസ്സിങ് ഒക്കെ തന്നിട്ട് നിങ്ങൾ ഇനി തിരഞ്ഞെടുക്കാൻ പോകുന്ന ഈ ജീവിതം നല്ല ജീവിതമാണ്, അത് നിങ്ങൾക്ക് അന്ത്യത്തോളം നിലനിൽക്കാൻ വേണ്ടി അപ്പാപ്പയും നമ്മുടെ കുടുംബം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, പോയിട്ട് നിങ്ങൾ വിജയിച്ച് വരാനൊക്കെ പറഞ്ഞ് ഞങ്ങൾ ബ്ലെസ്സിങ് ഒക്കെ ചെയ്തിട്ട് നല്ലൊരു അനുഭവമായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ വീട്ടിൽ തിരിച്ചു വന്നപ്പം ഞങ്ങൾക്ക് പിന്നെ 3 ദിവസം കൂടെ ഉള്ളായിരുന്നു മടത്തി തിരിച്ചു പോകാനുണ്ട്. അപ്പം ഞങ്ങളുടെ അന്നത്തെ വികാരിയച്ഛൻ ഇപ്പോഴത്തെ സെൻറ്റ് തോമസ് ചെത്തിപ്പുഴ ഹോസ്പിറ്റലിലെ ഡയറക്ടറായ തോമസ് മംഗലത്തച്ഛനായിരുന്നു. അച്ഛൻ ഞങ്ങൾക്ക് ഒത്തിരി സപ്പോർട്ടായിരുന്നു. ഞങ്ങൾ അന്ന് വീട്ടിൽ പോകാൻ നേരത്ത് ഒരു വലിയ വണ്ടി വാൽ നിറച്ചായിരുന്നു ഞങ്ങളെ 3 പേരെയും കൂടെ മടത്തി കൊണ്ടാക്കാൻ വേണ്ടി. ഒരു വലിയ വാലിൽ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛനും കൂടെ ഞങ്ങളുടെ ചാച്ചനോട് പറഞ്ഞ് തങ്കച്ച ഞാനും വരുന്നു അവരെ കൊണ്ടാക്കാമെന്നത്. എൻ്റെ അച്ഛൻ ഞങ്ങൾക്കൊരു എല്ലാവർക്കും ഞങ്ങൾക്ക് 3 പേർക്ക് കൂടെ ഒരു ബൈബിളും ഒരു കൊന്തയും അങ്ങനെ തന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങളെ ആശീർവദിച്ച് അങ്ങനെ മടത്തി കൊണ്ടുവിട്ട് തിരിച്ചു വന്നു. എൻ്റെ ഈ ഫോർമേഷൻ കാലഘട്ടത്തിൽ മുഴുവനും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഞങ്ങൾ 6 പേരുണ്ടായിരുന്നു. ശരിക്കും ഞങ്ങളൊരു കുടുംബത്തിൽ ജീവിക്കുന്ന പോലെ തന്നെയായിരുന്നു. ഞങ്ങൾ നോഷെറ്റിലായിരുന്നു. അപ്പം നോഷെറ്റ് ശരിക്കും നല്ല പ്രാർത്ഥനയുടെ അനുഭവമായിരുന്നു. ഒത്തിരി 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 കൃപകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ആ നോഷെറ്റിൻ്റെ സമയത്ത്. ശരിക്കും നോഷെറ്റിനായിരിക്കും നമ്മൾ ഒത്തിരി പ്രാർത്ഥന കൊണ്ട് ഒത്തിരി വളരുന്ന സമയമാണല്ലോ. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഒത്തിരി പുണ്യങ്ങൾ ഒത്തിരി പ്രൊഫഷൻ കഴിഞ്ഞ് ഞങ്ങൾ 2016 പ്രൊഫഷൻ ചെയ്തത്. പ്രൊഫഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ആദ്യം കിട്ടിയ സ്ഥലം മലബാർ. അതിന് പിന്നെ മഠത്തിലെ മതന്മാർക്കൊക്കെ പേടിയുണ്ടായിരുന്നു. ഞങ്ങൾ ഇത്രയും നാൾ ഒരുമിച്ച് നിന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ മഠത്തിൽ നമ്മൾ സിസ്റ്ററായി കഴിയുമ്പോൾ നമ്മളെ പല സ്ഥലത്തോട്ട് വിടുമല്ലോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പല സ്ഥലത്തോട്ട് വിഷമമാവുമെന്നൊക്കെ വിഷമമുണ്ടായിരുന്നു മദറിന്. പക്ഷേ ഞങ്ങൾക്കത് ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ട് എന്നുള്ളതിനുള്ളൊരു വലിയ തെളിവാണ്. കാരണം വെച്ചാൽ ഞങ്ങൾ ഇതുവരെ അങ്ങനെ മാറി നിന്നിട്ടില്ല. പക്ഷെ ഞങ്ങൾ ഉടുപ്പിട്ട് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും 2 സ്ഥലത്തായിരുന്നു. ആദ്യത്തെ വർഷം ഞാൻ 2016 ഞങ്ങൾ ഉടുപ്പിട്ട് കഴിഞ്ഞ്. ആദ്യത്തെ വർഷം ഞാൻ മലബാറിലായിരുന്നു. മലബാർ കാസർഗോഡ് ചെറുപുഴ എന്നൊരു സ്ഥലത്ത്. അവിടെ ഒരു ഓൾഡ് ഏജ് ഹോമായിരുന്നു. അവിടെ ആയിരുന്നു ഞാൻ. സിസ്റ്റർ ആണെങ്കിൽ കുറിച്ചിയിലായിരുന്നു. പിന്നെ അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ അവിടെ ഞങ്ങൾക്ക് അമ്മച്ചിമാർ പ്രായമായാലും നോക്കാൻ കുറച്ച് അമ്മച്ചിമാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒട്ടും കഴിയാത്തവർ, ഒരു പണി സ്വയമേ ചെയ്യാൻ കഴിയാത്തവരെയൊക്കെ നോക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ആ സ്ഥലത്ത് ശരിക്കും അവിടെ ആയിരുന്ന ആ ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഒത്തിരി സംതൃപ്തി അനുഭവിച്ച ഒരു സമയമായിരുന്നു. കാരണം വെച്ചാൽ നമുക്ക് നമ്മുടെ വീട്ടിലായിരിക്കും നമ്മുടെ മാതാപിതാക്കൾക്കൊന്നും ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഫോൺ വിളിക്കുമ്പോൾ അമ്മച്ചി പറയായിരുന്നു, മോനെ നിങ്ങൾ നിങ്ങളുടെ അമ്മയാണ് അല്ല ചാച്ചനാണ് അവിടെ നിൽക്കുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ ശുശ്രൂഷിക്കുന്നു അതുപോലെ തന്നെ അവരെ ശുശ്രൂഷിക്കണമെന്ന് പറയുമായിരുന്നു അമ്മച്ചി. അവിടുത്തെ അമ്മച്ചിമാരെന്ന് പറയുമ്പം മലവും മൂത്രവും എല്ലാം കൂടെ ഒരുമിച്ച് ആ ഒരു ബെഡിൽ ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പം എനിക്ക് ആദ്യം ചെയ്യുമ്പോഴൊക്കെ അറപ്പായിരുന്നു. പക്ഷേ ചെയ്ത് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സംതൃപ്തി, അപ്പോൾ അവരുടെ ചിരിച്ച മുഖം കാണുമ്പോൾ നമുക്കൊരു മനസ്സിലൊരു സന്തോഷമാണ്. അപ്പോൾ ആ ഒരു ഇത് അനുഭവിച്ച ഒരു സമയമായിരുന്നു ആ സമയത്ത്. അപ്പോൾ അമ്മച്ചിയും ചാച്ചനും ആണെങ്കിലും പറയും, നിങ്ങൾ അവിടെ ആയിരുന്ന സമയത്ത് നമ്മുടെ കുടുംബത്തിന് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. അത് ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ നാട്ടുകാരാണെങ്കിലും പറയുമോ, അപ്പോൾ തങ്കച്ചനെ നോക്കി അവനാണേലും എന്തൊരു നല്ല ചാച്ചനായ ഒരു പഴയ സ്ഥലത്തു നിന്ന് ഒത്തിരി മാറിയല്ലോ, എന്നാൽ കുടുംബം ഒത്തിരി വളർന്നല്ലോ, അങ്ങനെ പറയുമായിരുന്നു ആൾക്കാർ. അപ്പോൾ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷമുള്ള ദിവസമാണ്. അത് കഴിഞ്ഞ് ഞാൻ 1 വർഷമുള്ളായിരുന്നു ഞാൻ അവിടെ. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ തൃശ്ശൂരിലോട്ട് പോയി. അപ്പം സിസ്റ്റർ പിന്നെ അവിടോട്ട് വന്നു. അപ്പോൾ സിസ്റ്ററും പറയുമായിരുന്നു സിസ്റ്ററിന് ഏറ്റവും സന്തോഷപ്പെട്ടുള്ളൊരു ദിവസമായിരുന്നു എന്ന് അവിടെ ആയിരുന്ന സമയം എന്ന് പറയുന്നത്. 1 വർഷത്തെ കമ്മ്യൂണിറ്റി എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമ്മുടെ സഭ ഏതായാലും പഠിപ്പിക്കാൻ വിടും. അപ്പോൾ ഞങ്ങളുടെ സിസ്റ്റേഴ്സ് എല്ലാം ചോദിക്കും, നിങ്ങളിനി എന്നാ പോകുന്നത്, ഒരുമിച്ചാണോ പോകുന്നത്, എന്ത് കോഴ്സാണ് തിരഞ്ഞെടുക്കുന്നതൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ കൊച്ചിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ടീച്ചറായാൽ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞങ്ങൾക്ക് പാട്ടുണ്ട് അങ്ങനെയൊക്കെ പാടാനൊക്കെ ഒരു കഴിവുള്ളതുകൊണ്ട് സിസ്റ്റർമാർ പറയും ടീച്ചറാകുമ്പോൾ ഒക്കെ എന്നൊക്കെ പറയാം. ഞങ്ങളിങ്ങനെ ഈ 1 വർഷം നമ്മുടെ ഓൾഡ് ഏജ് പോകുമ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും അവസരം കിട്ടിയതുകൊണ്ട് അങ്ങനെ ആ ഒരു ശുശ്രൂഷയ്ക്ക് ഇച്ചിരി താല്പര്യമുണ്ട്. അപ്പോൾ ഞങ്ങളോട് മദർ വന്നിട്ട് പറഞ്ഞു, സിസ്റ്റർ ജീവ നിങ്ങൾക്ക് നേഴ്സിങ്ങിനോട് ഒരാൾ നേഴ്സിംഗ് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരാൾ ടീച്ചറാകാനും പോയിക്കോളാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു പോവുകയാണെങ്കിൽ എത്ര നാൾ ഇപ്പോൾ ഒരുമിച്ച് ജീവിച്ച് ഒരുമിച്ച് സിസ്റ്ററായി. അപ്പം ഞാൻ ജിസോട് നേഴ്സിംഗ് പോവുകയാണെങ്കിൽ നമുക്ക് 2 പേർക്കും ഒരുമിച്ച് പോവാം, നിനക്ക് താല്പര്യം ഞാനും വരാം, നമുക്ക് ഒരുമിച്ച് അങ്ങനെ പോകാം, അപ്പോൾ അതല്ലേ നല്ലത്. ഞങ്ങളുടെ മദറിനോട് പറഞ്ഞ് പോവുകയാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പോയിക്കോളാം മദറേന്ന്.
അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ 2ാം വർഷം BSc നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ ചെല്ലുമ്പോഴാണെങ്കിലും നമുക്ക് ഹോസ്പിറ്റലിൽ നമ്മൾക്ക് പോസ്റ്റിംഗ് ഒക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഏറ്റവും അവസാനത്തെ നമ്പറാണ്. ഇവിടെ 49, ഞാൻ 50. അപ്പോൾ എല്ലാ പോസ്റ്റിങ്ങിനും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ്. അപ്പോൾ ഒരുമിച്ച് കഴിയുമ്പോൾ ഞങ്ങൾ എല്ലാവർക്കും വണ്ടറാണ്. ഞങ്ങൾ പേഷ്യൻസിൻ്റെ അടുത്ത് ഇരുന്നുമ്പോൾ അവർ ഈ 2 സിസ്റ്റേഴ്സും ഒരുമിച്ച് സിസ്റ്ററാകാൻ വേണ്ടി പോയോ, ഭയങ്കര ഇത് അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അവർ ഞങ്ങളുടെ എക്സ്പീരിയൻസ് പിള്ളേരോട് തുറന്ന് പറഞ്ഞതിനെക്കാട്ടി ഭയങ്കരമായിട്ട് നമ്മളോട് എല്ലാവരും തുറന്ന് പറയും. സിസ്റ്റർ, ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ വിഷമമുണ്ടായി, നിങ്ങൾ പ്രാർത്ഥിക്കണം, ഞങ്ങൾ പ്രാർത്ഥിച്ചേക്കാം. അങ്ങനെയൊക്കെ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ആദ്യമായിട്ട് ഞങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടിയപ്പോൾ ഒരു മിലിറ്ററി അപ്പച്ചനായിരുന്നു. അപ്പച്ചനോട് ഞങ്ങൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇടപെട്ടപ്പോൾ അപ്പച്ചൻ്റെ കുറേ വിഷമങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് ഷെയർ ചെയ്തു. അപ്പോൾ അപ്പച്ചൻ ഞങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ നമുക്കൊരു സന്തോഷം. നമുക്കപ്പോൾ ഈ എടുത്ത പ്രൊഫഷനോടുള്ളൊരു ചെറിയൊരു മതിപ്പ്. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ അവരുടെ പേഷ്യൻസിൻ്റെ മുഖത്തുള്ളൊരു സന്തോഷം അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. അത് എത്ര ജോലി ഉണ്ടെങ്കിലും നമ്മളതൊക്കെ മറന്നു പോകും. അവരുടെ ആ സന്തോഷം അവർക്ക് കിട്ടുക, നമ്മൾ ആശ്വസിപ്പിക്കാൻ കിട്ടുന്ന സന്ദർഭങ്ങളൊക്കെ നമ്മുടെ മനസ്സിലെന്നും തെളിഞ്ഞിരിക്കുന്നതുകൊണ്ട് ദൈവം ഞങ്ങൾക്കായിട്ട് തന്നെ ഒരുക്കിയതാണ് ഈ പ്രൊഫഷനും ഈ സന്യാസ ജീവിതവും എന്നൊക്കെ ഞങ്ങൾ വിചാരിക്കുന്നു. ഈശോയ്ക്കു നൽകാൻ എൻ കയ്യിലിന്ന് മറ്റെന്ത് സമ്മാനമുണ്ട്? ഈശോയ്ക്കു നൽകാൻ എൻ കയ്യിലിന്ന് മറ്റെന്ത് സമ്മാനമുണ്ട്? ഞാനിതാ നൽകുന്നു പൂർണ്ണമായി എന്നെയും സർവമോഹങ്ങളും. ഞാനിതാ നൽകുന്നു പൂർണ്ണമായി എന്നെയും സർവമോഹങ്ങളും. എന്നെയും സർവമോഹങ്ങളും ഈശോയ്ക്കു നൽകാൻ എൻ കയ്യിലിന്ന് മറ്റെന്ത് സമ്മാനമുണ്ട്? സ്വന്തമാണിന്ന് കരുതിയതെല്ലാം നിനക്കായി മാത്രം ഞാൻ ത്യജിച്ചു. സ്വന്തമാണിന്ന് കരുതിയതെല്ലാം നിനക്കായി മാത്രം ഞാൻ ത്യജിച്ചു. പിന്തിരിഞ്ഞൊരു നാളും നോക്കില്ല ഞാൻ, പൂർണ്ണമായി എന്നെ നൽകിയതല്ലേ. ഇനിയുള്ള ജീവിതം നിനക്കല്ലേ, നീന്റേതല്ലേ. ഈശോയ്ക്കു നൽകാൻ എൻ കയ്യിലിന്ന് മറ്റെന്ത് സമ്മാനമുണ്ട്?